എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കയെ നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഇന്ത്യ പാക് സംഘർഷത്തിൽ മധ്യസ്ഥന്റെ വേഷം ഗംഭീരമായി ചെയ്തു തീർത്തു എന്ന് ലോകത്തോട് വിളിച്ചു പറയാനുള്ള തിടുക്കത്തിലാണ് അമേരിക്ക ഇപ്പോൾ. എന്നാൽ 1947 മുതൽ ഇന്ത്യ പാക് വിഷയത്തിൽ നിങ്ങൾ സ്വീകരിച്ച ഇരട്ടത്താപ്പ് നയത്തെ മറക്കാനോ നിങ്ങളോട് പുറത്ത് കാൽക്കീഴിൽ വന്ന് കുമ്പിട്ട് ലോക പോലീസാണെന്ന് അംഗീകരിച്ചു തരാനോ ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യൻ പൗരനും തയ്യാറാകില്ല എന്ന് തിരിച്ചറിയുക. ഇന്ത്യയോട് അമേരിക്ക ചെയ്തു കൂട്ടിയത് രാജ്യം ഇതുവരെ മറന്നിട്ടില്ല. ഇന്ത്യ പാക് വിഷയത്തിൽ നിങ്ങളുടെ ഒരു സഹായവും ഇന്ത്യക്ക് ആവശ്യമില്ല. അതുകൊണ്ട് മാടമ്പിത്തരം മാറ്റിവെച്ച് സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ അമേരിക്കയ്ക്ക് കൊള്ളാം. സ്വന്തം രാജ്യത്ത് തന്നെ പരിഹരിക്കാൻ ഒത്തിരി വിഷയങ്ങളുണ്ടല്ലോ അല്ലേ? എന്താണ് ഇപ്പോൾ സംഭവിച്ചത് എന്നല്ലേ പറയാം. അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. അമേരിക്കയുടെ ഈ ലോക പോലീസ് ചമയലിനോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് മുതൽ തങ്ങളുടെ ഇടപെടൽ മൂലമാണ് ഇന്ത്യ പാക് സംഘർഷം തണുത്തത് എന്ന അവകാശം പറഞ്ഞുറപ്പിക്കുകയായിരുന്നു അമേരിക്ക. ഒരു മൂന്നാം കക്ഷിക്കും ഇതിൽ പങ്കില്ലെന്ന് ഇന്ത്യ പരസ്യമായി പറഞ്ഞതൊന്നും അറിയാതെ വീണ്ടും മധ്യസ്ഥന്റെ റോൾ വഹിക്കാൻ തയ്യാറായി തന്നെയാണ് അമേരിക്ക നിൽക്കുന്നത്. പണ്ട് മുതലേ ഒരു മൂന്നാം കക്ഷിയുടെയും സാന്നിധ്യം ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യ പാക് വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയും മധ്യസ്ഥതയ്ക്ക് ഇരുത്താൻ ആഗ്രഹിച്ചിട്ടുമില്ല. എന്നാൽ അമേരിക്കയാകട്ടെ ഞങ്ങളാണ് പ്രശ്നപരിഹാരം കണ്ടത് എന്ന് പറഞ്ഞ് നിന്ന നിപ്പിലാണ്. ലോകത്തെവിടെ സംഘർഷമുണ്ടായാലും അവിടെ മധ്യസ്ഥത വഹിച്ച് ആ ക്രെഡിറ്റ് പോക്കറ്റിലാക്കുകയാണ് അമേരിക്കയുടെ നടപടി. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയതും ആ സംഘർഷം യുദ്ധത്തിലേക്ക് എത്തിച്ചതും എന്തിന് യുദ്ധക്കോപ്പുകൾ വിതരണം ചെയ്തതും ഒക്കെ ഈ അമേരിക്ക തന്നെയാണ് എന്നതാണ്. എന്നിട്ടാണ് ലോക സമാധാനത്തിൽ അമേരിക്കയുടെ പങ്ക് എടുത്തു കാണിക്കാൻ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. എന്താണല്ലേ പ്രഹസനം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതിപ്പോൾ ഇന്ത്യ പാക് വിഷയത്തിൽ മാത്രമല്ല കേട്ടോ. 3 വർഷത്തിലേറെയായി നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാണ് ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നത് പോലും. പക്ഷേ നമ്മളിവിടെ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ മൂല കാരണം പോലും അമേരിക്കയാണ് എന്നതാണ്. നാറ്റോ സഖ്യത്തിൽ ഉക്രൈന് അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് ഉക്രൈനെ ഇളക്കിവിട്ടു. നാറ്റോയുടെയും അതുപോലെ അമേരിക്കയുടെയും കണ്ണുകൾ റഷ്യൻ ചേരിയിലേക്ക് കടന്നു വന്നത് പുതിന് ഒട്ടും ഇഷ്ടമായില്ല. പുതിൻ പോർവിളി നടത്തിയപ്പോൾ പാവം ഉക്രൈനെ തള്ളിവിട്ട് യുദ്ധത്തിലേക്ക് എത്തിച്ചതും അമേരിക്കയുടെ പങ്കാണ്. ആയുധങ്ങളും വെടിക്കോപ്പുകളും സമ്പത്തും ഒക്കെ തന്നെ ഉക്രൈൻ അമേരിക്ക വാരിക്കോരി കൊടുത്തു. ജോ ബൈഡൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങി ട്രംപ് വന്നതോടെ കാര്യങ്ങൾ അവസാനിപ്പിക്കാനായി തിരക്കായി. റഷ്യയോട് അടുക്കാനുള്ള വഴിയായി ട്രംപ് കണ്ടത് ഉക്രൈനെ തള്ളി പറയുകയായിരുന്നു. പ്രശ്നം അവസാനിപ്പിക്കുന്നതിന് പകരമായി ഉക്രൈനിലെ ധാതു സമ്പത്തിന്റെ അവകാശമാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. ഇതാണ് മധ്യസ്ഥതയുടെ പ്രത്യേകത. എന്ത് കിട്ടുമെന്ന ബിസിനസ്സുകാരന്റെ സ്വഭാവമാണ് അമേരിക്ക ഇവിടെയും പ്രകടിപ്പിച്ചത്. ഈ ഒരു കണ്ണും കൊണ്ട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രശ്നപരിഹാരത്തിലേക്കും എത്തിപ്പെടുന്നത്. ഒരു മധ്യസ്ഥന്റെയും ആവശ്യമില്ലാതെയാണ് ഇന്ത്യ പ്രശ്നത്തിന് ആശ്വാസം കണ്ടെത്തിയതെന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാൻ അമേരിക്ക ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. മാത്രമല്ല 1972 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഷിംല കരാർ പ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ പോലും മധ്യസ്ഥത ഇന്ത്യക്ക് സ്വീകാര്യമല്ല. 1971 യുദ്ധത്തിന് ശേഷം കാശ്മീർ തർക്കം പരിഹരിക്കാനും ബന്ധം സാധാരണ നിലയിലാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഉഭയകക്ഷി കരാർ. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന് അനുസൃതമായി സമാധാനപരമായി ഇരുകൂട്ടരും ചർച്ച നടത്തി പരിഹാരം കൈവരിക്കണമെന്നാണ് കരാർ വ്യവസ്ഥ ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് അമേരിക്കയുടെ ആവശ്യം അല്ലേ? കാശ്മീർ പ്രശ്നം ഉൾപ്പെടെയുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് അന്താരാഷ്ട്ര മധ്യസ്ഥതയേക്കാൾ ഉഭയകക്ഷി അല്ലെങ്കിൽ പ്രാദേശിക ചർച്ചകളാണ് ഇന്ത്യ സാധാരണയായി പ്രോത്സാഹിപ്പിക്കാറുള്ളത്. പക്ഷേ പ്രശ്നത്തിൽ ഇനി പരിഹാരം കണ്ടെത്തിയിട്ടേ വേറെ കാര്യമുള്ളൂ എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും കുറേയേറെ വിഷയങ്ങൾ ഒരു നിഷ്പക്ഷ വേദിയിൽ ചർച്ച ചെയ്യാൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയായിട്ടുണ്ടെന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും പ്രഖ്യാപനവും ഒക്കെ സത്യത്തിൽ ഈ കരാറിന്റെ വസ്തുതയിൽ സംശയം ഉളവാക്കുന്നതാണെങ്കിലും ചർച്ചയിൽ ഒരു മൂന്നാം കക്ഷിക്കും ഇടം നൽകുന്ന പ്രശ്നമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര വെടിനിർത്തൽ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിൽ നടത്താനിരിക്കുന്ന കൂടിക്കാഴ്ചയല്ലാതെ മറ്റേതെങ്കിലും വിഷയത്തിൽ മറ്റെവിടെയെങ്കിലും ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു മിശ്രി പറഞ്ഞത്. എന്നാൽ ഇന്ത്യ പാക് വിഷയത്തിൽ വെടിനിർത്തൽ എന്ന വാർത്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് ലോകത്തോട് പറയുന്നത്. ഇന്ത്യയുടെ കാര്യം പറയാൻ അയാൾ ആരാണ് എന്ന ചോദ്യം ഇതിനോടകം തന്നെ ഇന്ത്യക്കാർക്കിടയിൽ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ലോക പോലീസ് ആണെന്നാണല്ലോ അഹങ്കാരം. അതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇതാദ്യമായിട്ടല്ല ഇന്ത്യ പാക് വിഷയത്തിൽ അമേരിക്ക ഇടപെടുന്നത്. ഒരു കാലഘട്ടം വരെ അമേരിക്ക നിന്നത് പാകിസ്ഥാനോടൊപ്പം തന്നെയായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കി വേണം ആ ചരിത്രം നമ്മൾ വായിച്ചെടുക്കാൻ.
അതിലെ പ്രധാനപ്പെട്ട വിഷയം കാശ്മീർ വിഷയം തന്നെയാണ്. 1947 ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്രമായതിനു ശേഷം കശ്മീരിനെ ചൊല്ലി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിലൂടെ സമാധാനപരമായ ഒരു പരിഹാരം എന്ന ആശയത്തെ US തുടക്കത്തിൽ പിന്തുണച്ചു. ഇരുപക്ഷത്തെയും ഒരു ഹിതപരിശോധന, അതായത് കശ്മീരിൽ ഒരു പൊതു വോട്ടെടുപ്പ് നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. കാലക്രമേണ കക്ഷികൾ തെരഞ്ഞെടുപ്പിന് പകരം സ്ഥിരതയിലേക്കും സന്തുലിതാവസ്ഥയിലേക്കും US കൂടുതൽ ചായ്വ് കാണിച്ചു. 1965-71 യുദ്ധങ്ങൾ. 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ യുദ്ധം നിർത്താൻ ഇരു കക്ഷികളെയും അമേരിക്ക പ്രേരിപ്പിച്ചിരുന്നു. ഇരു രാജ്യങ്ങളിലേക്കുമുള്ള സൈനിക സഹായം പോലും വെട്ടിക്കുറച്ചു. ബംഗ്ലാദേശ് രൂപീകരണത്തിലേക്ക് നയിച്ച 1971 യുദ്ധത്തിൽ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സന്റെ കീഴിലുള്ള US പാകിസ്ഥാനെ പിന്തുണച്ചത് ശ്രദ്ധേയമാണ്. പ്രധാനമായും ശീതയുദ്ധ രാഷ്ട്രീയവും US ചൈന ബന്ധം തുറക്കുന്നതിലും പാകിസ്ഥാന്റെ പങ്കും ഇതിന് കാരണമായി. ഇത് ഇന്ത്യയെ വല്ലാതെ ചൊടിപ്പിച്ചു. അക്കാലത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിന്തുണ ലഭിച്ച ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ USന്റെ ആവശ്യമില്ലെന്ന് തെളിയിക്കുക കൂടിയാണ് ചെയ്തത്. ഇനി 1999 നടന്ന കാർഗിൽ യുദ്ധത്തിലേക്ക് വരാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാർഗിൽ സംഘർഷത്തിൽ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ കീഴിൽ അമേരിക്ക ഒരു പ്രധാന നയതന്ത്ര പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രദേശത്ത് നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ അമേരിക്ക പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൽ സമ്മർദ്ദം ചെലുത്തി. അതോടൊപ്പം ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്തു. അത്രനാളും പാകിസ്ഥാന് കൊടുത്ത പിന്തുണയ്ക്ക് USന് നല്ല പണി കിട്ടിയതോടെയാണ് കാര്യങ്ങൾ അവർ മാറി ചിന്തിച്ചു തുടങ്ങിയത്. അതിർത്തി കടന്നുള്ള ഭീകരത നിയന്ത്രിക്കാൻ പാകിസ്ഥാനോട് US പലപ്പോഴും ആവശ്യപ്പെടുകയും സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് ഒഴിവാക്കാൻ ഇരുപക്ഷത്തോടും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2008 മുംബൈ ഭീകരാക്രമണം, 2019 പുൽവാമ ആക്രമണം പോലുള്ള സംഭവങ്ങൾക്ക് ശേഷമാണ് ഇത് ശ്രദ്ധേയമാകുന്നത്. അമേരിക്ക വ്യത്യസ്ത സമയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും ആയുധങ്ങൾ വിൽക്കുകയും സഹായം നൽകുകയും ഒക്കെ ചെയ്ത രാഷ്ട്രമാണ്. എന്നാൽ ആണവ യുദ്ധം തടയുന്നതിനും സൈനിക ഏറ്റുമുട്ടലുകൾ കുറയ്ക്കുന്നതിനും നയതന്ത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടുമുണ്ട്. സമീപ വർഷങ്ങളിൽ പങ്കിട്ട ജനാധിപത്യ മൂല്യങ്ങളും ചൈനയെക്കുറിച്ചുള്ള ആശങ്കകളും കാരണം US ഇന്ത്യയുമായി കൂടുതൽ അടുത്തു വന്നു. അതേസമയം അഫ്ഗാനിസ്ഥാനും പ്രാദേശിക സുരക്ഷയ്ക്കും കാരണം പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധം നിലനിർത്തുകയും ചെയ്തു. ഞാൻ ഇത്രയും പറഞ്ഞത് ലോകത്തിന് അറിയുന്ന ചില വിഷയങ്ങൾ മാത്രമാണ്. എന്നാൽ ഈ വിഷയങ്ങളിലെ അമേരിക്കയുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ജനാധിപത്യം, സമാധാനം, ആഗോള സ്ഥിരത എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായിട്ടാണ് തങ്ങൾ നിലകൊള്ളുന്നത് എന്നാണ് അമേരിക്ക പലപ്പോഴും അവകാശപ്പെടുന്നത്. എന്നിരുന്നാലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലെ അതിന്റെ പ്രവർത്തനങ്ങൾ ഇരട്ട വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നത് തന്നെയാണ്. അമേരിക്കയുടെ ഇരട്ടത്താപ്പും കാപട്യവും അടയാളപ്പെടുത്തുന്ന നയങ്ങളാണ് ഈ വിഷയത്തിൽ അമേരിക്ക സ്വീകരിച്ചതത്രയും. ദക്ഷിണേഷ്യയിൽ സമാധാനം പരസ്യമായി പ്രോത്സാഹിപ്പിക്കുമ്പോൾ നീതിയും ന്യായവും വില കൊടുത്തു പോലും അമേരിക്ക പാകിസ്ഥാനെ അനുകൂലിച്ചു. ശീതയുദ്ധകാലത്ത് അമേരിക്ക പാകിസ്ഥാന് വലിയ രീതിയിൽ സൈനിക സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. അതിന്റെ സൈനിക സ്വേച്ഛാധിപത്യങ്ങൾക്കും ഇന്ത്യക്കെതിരായ ആക്രമണാത്മക നടപടികൾക്കും നേരെ കണ്ണടയ്ക്കുകയും ചെയ്തു. ഈ പിന്തുണയിൽ പിന്നീട് ഇന്ത്യയുമായുള്ള യുദ്ധങ്ങളിൽ ഉപയോഗിച്ച ആയുധങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിരുന്നിട്ടും പ്രത്യേകിച്ച് 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ US വിദേശ നയത്താൽ ഇന്ത്യ പലപ്പോഴും ഒറ്റപ്പെട്ടു. പ്രത്യേകിച്ച് മാനുഷിക പ്രതിസന്ധി അവഗണിച്ച് സാധാരണക്കാർക്കെതിരായ പാകിസ്ഥാന്റെ ക്രൂരമായ അടിച്ചമർത്തലിനെ US പിന്തുണച്ച ഘട്ടത്തിലാണ് ഇത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായത്. സമീപ ദശകങ്ങളിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയോടുള്ള അമേരിക്കൻ നിഷ്ക്രിയത്വവും മൃദു പ്രതികരണങ്ങളും അതിന്റെ പക്ഷപാതപരമായ സമീപനത്തെ കൂടുതൽ തുറന്നുകാട്ടുന്നതാണ്. 2001 പാർലമെന്റ് ആക്രമണമായാലും 2008 മുംബൈ ഭീകരാക്രമണമായാലും 2019 പുൽവാമ ആയാലും പാകിസ്ഥാനെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നത് അമേരിക്ക ഒഴിവാക്കിയിട്ടുണ്ട്. ഇരു കക്ഷികളെയും സംയമനം പാലിക്കാൻ പ്രേരിപ്പിക്കുകയാണ് അമേരിക്കയുടെ നയം. ഇരയെയും ആക്രമണകാരിയെയും അന്യായമായി തുല്യമാക്കുന്ന ഒരു പ്രസ്താവനയാണ് അമേരിക്ക എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയുമായി US ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കുമ്പോഴും ഭീകരവിരുദ്ധ പോരാട്ടം എന്ന ന്യായീകരണത്തിൽ അവർ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുന്നത് തുടരുകയാണ്. ഇത് പരോക്ഷമായി മേഖലയിൽ അസ്ഥിരതയ്ക്ക് കാരണമാകാറുമുണ്ട്. നീതിയോടും ജനാധിപത്യ മൂല്യങ്ങളോടുമുള്ള അമേരിക്കയുടെ പ്രതിബദ്ധതയെക്കുറിച്ച് ഈ ഇരട്ട സമീപനം ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അമേരിക്കയുടെ പങ്ക് വ്യക്തമായ ഇരട്ടത്താപ്പാണ് നമുക്ക് മുമ്പിൽ കാണിക്കുന്നത്. അതിന്റെ വാക്കുകൾ പലപ്പോഴും സമാധാനത്തെ പിന്തുണയ്ക്കുന്നതാണ്. പക്ഷേ അതിന്റെ പ്രവർത്തനങ്ങൾ ജനാധിപത്യത്തിനോ പ്രാദേശിക സ്ഥിരതയ്ക്കോ യഥാർത്ഥ പിന്തുണയല്ല നൽകുന്നത്. സ്വാർത്ഥ താല്പര്യവും തന്ത്രപരമായ സൗകര്യവും നയിക്കുന്ന നയത്തെ വെളിപ്പെടുത്തുന്നതാണെന്ന് പറയാതെ വയ്യ. അമേരിക്കയുടെ വാക്കുകൾ പലപ്പോഴും സമാധാനത്തെ പിന്തുണയ്ക്കുന്നതാണ്. പക്ഷേ അതിന്റെ പ്രവർത്തനങ്ങളോ ജനാധിപത്യത്തിനോ പ്രാദേശിക സ്ഥിരതയ്ക്കോ യഥാർത്ഥ പിന്തുണയല്ല നൽകുന്നത്. സ്വാർത്ഥ താല്പര്യത്തിനും സ്വന്തം കുടിലതയ്ക്കും തന്ത്രങ്ങളും മാത്രമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.